ഇന്ന് കേരളത്തിൽ ഏറെ ചർച്ചയായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒന്നാണ് NSSൻ്റെ നിലപാടുകൾ. ഇതിലെ ചില രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ പിൻകളികൾ ഉണ്ടെന്നുള്ളത് തർക്കമറ്റ കാര്യവുമാണ്. എന്നാൽ ഈ സമയമത്രയും പരാമർശിക്കപ്പെടുന്ന ഒരു പേരുണ്ട്. NSSൻ്റെ മുൻകാല ജനറൽ സെക്രട്ടറി ആയിരുന്ന കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയുടെ പേര്. അദ്ദേഹം സംഘടനയുടെ നേതൃത്വത്തിലിരുന്ന കാലഘട്ടത്തിൽ ഈ സംഘടന ശക്തവും ആരോഗ്യകരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വ്യക്തതയും കാട്ടിയിരുന്നു. എന്നാൽ ആ കാലഘട്ടത്തിൽ കേന്ദ്രത്തിൽ നിന്ന് പ്രധാനമന്ത്രിയോ മറ്റ് നേതാക്കളോ മന്ത്രിമാരോ ആരെത്തിയാലും കേരളത്തെ സംബന്ധിച്ച് അവരൊക്കെ തന്നെയും ആദ്യമായി അന്വേഷിക്കുന്ന ഒരു പേരുണ്ടായിരുന്നു, കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള എന്ന പേര്. അന്ന് കേരളം ഭരിച്ചിരുന്ന ഭരണകർത്താക്കളെക്കാൾ പ്രാധാന്യം കിടങ്ങൂർ ഗോപാലകൃഷ്ണൻ തന്നെയായിരുന്നു എന്നുള്ള സംശയമറ്റ കാര്യമായിരുന്നു. കിടങ്ങൂർ ഗോപാലകൃഷ്ണൻ്റെ ഈ വ്യക്തിപ്രഭാവം നാളെ രാഷ്ട്രീയപരമായി ദോഷം ചെയ്തേക്കാം എന്ന് ചിന്തിച്ച ഒരു നേതാവ് കേരളത്തിലുണ്ടായിരുന്നു, രാഷ്ട്രീയ ചാണക്യനായ K. കരുണാകരൻ. അന്ന് അദ്ദേഹം കേരള മുഖ്യമന്ത്രിയാണ്. കിടങ്ങൂർ ഗോപാലകൃഷ്ണനെ പിള്ളയെ NSS ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റിയേ മതിയാകുമെന്ന് അദ്ദേഹം ഉള്ളിൽ ഉറപ്പിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം നീക്കിയ കരുനീക്കമായിരുന്നു ഇന്ത്യൻ ഹൈക്കമ്മീഷണറായിട്ട് സിംഗപ്പൂരിലേക്ക് കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയെ അയക്കുന്നത്. അതിനുശേഷം ആ കസേരയിൽ K. കരുണാകരൻ്റെ ഇഷ്ടക്കാരനായ PK നാരായണപ്പണിക്കർ പ്രതിഷ്ഠിക്കപ്പെട്ടു. പിന്നീടുള്ള കാലങ്ങൾ NSS ചലിച്ചതത്രയും K. കരുണാകരന് വേണ്ടിയായിരുന്നു, കോൺഗ്രസിന് വേണ്ടിയായിരുന്നു. കരുണാകരൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ NSSലൂടെ നടപ്പാക്കേണ്ടതായ ഏത് കാര്യങ്ങളും സുഗമമായി നടപ്പാക്കി എന്നത് സത്യമായ കാര്യമാണ്. എന്നാൽ പണിക്കരുടെ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം ആ കസേരയിൽ G. സുകുമാരൻ നായർ എത്തിപ്പെട്ടു. സമദൂരത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് സുകുമാരൻ നായർ നേതൃത്വം നീക്കിയിരുന്നുവെങ്കിലും അല്ലെ സംഘടനയെ നയിച്ചിരുന്നുവെങ്കിലും അതിനകത്ത് ഒരു കോൺഗ്രസ് ബാന്ധവം ഉറപ്പായിരുന്നു. പിന്നീട് കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ അപ്പാടെ മാറിമറിഞ്ഞപ്പോൾ ചില ചാഞ്ചാട്ടങ്ങൾ അവസരത്തിനൊത്ത് സംഭവിച്ചു എന്നുള്ളതും സത്യമാണ്. എന്നാൽ സുകുമാരൻ നായരുടെ തൻപ്രമാണിത്വത്തെ
പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടേണ്ട അവസ്ഥയിലേക്ക് എത്തിപ്പെടുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് NSSൻ്റെ പടിവാതിലിന് പുറകിൽ നിന്നുകൊണ്ട്, അല്ലെ അതിന് പുറത്തു നിന്നുകൊണ്ട് NSSലെ ചിലർ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും NSSനെതിരെ സമരമുഖങ്ങൾ വരെ ഉയരുകയും ചെയ്തു. എന്നാൽ ഈ സമരം നടത്തുന്നവർ സുകുമാരൻ നായരുമായിട്ടൊരു ചർച്ചയ്ക്ക് തയ്യാറാവുകയും NSSനോട് അഞ്ഞു നിൽക്കുന്ന എല്ലാവരുമായിട്ട് സുകുമാരൻ നായർ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുകയും ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിൽ അത്യാവശ്യമാണ്. അങ്ങനെ NSSൻ്റെ ഇന്നത്തെ ദുർബലത മാറ്റി സഹോദര സമുദായങ്ങളുമായി NSS സഹകരിച്ച് കേരളത്തിൽ ഹിന്ദുവിന് ഭീഷണിയായി തീർന്നിരിക്കുന്ന ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വെല്ലുവിളികളെ അതിജീവിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇവിടെ സുകുമാരൻ നായരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനം പ്രശംസ അർഹിക്കുന്നത് തന്നെയാണ്. ഇടക്കാലങ്ങളിലെ പോലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ തൊഴുത്തിലേക്ക് ആനയിക്കപ്പെടുന്നതല്ല നായർ സർവീസ് സൊസൈറ്റി എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ ഈ പ്രശ്നകലുഷിതമായ കാലഘട്ടത്തിലും സുകുമാരൻ നായർക്ക് സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നമ്മൾ നൽകേണ്ട ഒരു ബിഗ് സല്യൂട്ട് തന്നെയാണ്.